ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് റീസണേറ്റായി മാറുള്ളൂ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ തൊട്ടാണോ കാണാൻ തുടങ്ങുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റീസണേറ്റ് ആയി തുടങ്ങും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. Current situation of your person. ഓക്കെ ഡിയേഴ്സ്, എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനാണ്. നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരവസ്ഥയാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാരും നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൽ മെയിനായിട്ട് അവരുടെ ഫാമിലിയാണ് നിങ്ങളുടെ ഈ ബന്ധത്തിൽ റിലേഷൻഷിപ്പിൽ മെയിനായിട്ട് ഇടപെട്ടിരിക്കുന്നത്. നിങ്ങളെ ബ്രേക്കപ്പ് ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ആവാനാണ് ചാൻസ്. അതായത് ഡെഫിനറ്റ്ലി ഇതിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നിങ്ങളുടെ ഈ ബ്രേക്കപ്പിന് കാരണം. അവരിപ്പം മുമ്പോട്ടേക്ക് എല്ലാം മറന്ന് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ ഒഴിവാക്കി മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പോകുന്ന ടൈമിലും അവർക്ക് ആ ഒരു പെയിൻ ഉണ്ട്. നിങ്ങളെ പിരിഞ്ഞതിലുള്ള ആ ഒരു പെയിൻ മനസ്സിൽ വെച്ചിട്ടാണ് അവർ മുമ്പോട്ടേക്ക് പോകുന്നത്. ഇതിൽ നന്നായിട്ട് അവരുടെ ഫാമിലി ഇൻവോൾവ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഒരു ഡെവിൾ ഐ തിങ്ക് ഇത് ഞാനൊന്ന് ജസ്റ്റ് മറയ്ക്കുന്നുണ്ട് കേട്ടോ, ഫസ്റ്റ് ശ്രദ്ധിച്ചില്ല. ഓക്കെ, നമ്മുടെ ഇനിയോട് പിക്കായതുകൊണ്ടൊന്നും ജസ്റ്റ് മറയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു ഡെവിൾ എനിക്ക് തോന്നുന്നു ചിലർക്കെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കണ്ണേറ് തട്ടിയിട്ടുണ്ടാകണം. ഒരു കണ്ണേറ്, അതല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക്, ഇത് കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ഫാമിലി നിങ്ങളെ തമ്മിൽ പിരിക്കാനായിരിക്കാം. അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു കണ്ണേറ്, ഒരു ബ്ലാക്ക് മാജിക് ഇത് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ എല്ലാം മറന്ന് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ അവർ ആ പോകുന്ന പോക്കിലും ആ ഒരു പെയിൻ, നിങ്ങളുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന ആ ഒരു പെയിൻ ഉള്ളിൽ വെച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നല്ല മാനിഫെസ്റ്റേഷൻ, നിങ്ങൾക്ക് ഈ വ്യക്തിയെ തിരികെ വേണമെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ തിരികെ കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. താങ്ക് യു.